ഡേ 7 വാട്ട് ഈറ്റിംഗ് ഡേ ഫോർ വെയിറ്റ് ലോസ്. അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഒരു സ്ലൈസ് ബ്രെഡും അതിൽ കുറച്ച് അവക്കാഡോ കുക്കുമുളിയും പിന്നെ ഒരു ബുൾസയും വെച്ചിട്ടാണ് കഴിച്ചത്. മൾട്ടിഗ്രെയിൻ ബ്രെഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ലഞ്ചിനായിട്ട് ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് 2 ബീട്രൂട്ടിൻ്റെ ചപ്പാത്തിയും സ്പിനാച്ചിൻ്റെ കറിയും പിന്നെ എഗ്ഗ് ബോയിൽ ചെയ്തതും. പിന്നെ സ്നാക്സ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇന്ന് ഫ്രൂട്ട്സാണ്. സ്ട്രോബെറിയും ബ്ലൂബെറിയാണ്. ഒരു 9 മണിയായപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഫ്രൂട്ട്സ് കഴിച്ചിട്ടുള്ളത്. എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് എടുക്കാം കേട്ടോ. ഓറഞ്ചോ ആപ്പിളോ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കാം. ഈ ബെറീസൊക്കെ വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് നല്ലതാണ് മറ്റുള്ള ഫ്രൂട്ട്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ച് ഞാൻ പിന്നെ കാണിച്ചില്ല കേട്ടോ എന്താ കഴിക്കണമെന്ന്. ഞാൻ ഓൾറെഡി കാണിച്ചില്ല എന്താ പാക്ക് ചെയ്തതെന്ന്. അപ്പോൾ വൈകിട്ട് ഡിന്നർ ഫസി ഉണ്ടാക്കുകയാണ്. ഇത് നമ്മുടെ ബീഫ് സ്റ്റീക്കാണ്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫാസിയാണ് കേട്ടോ ഉണ്ടാക്കുക. ഈ ബീഫിൽ ഒരുപാട് പ്രോട്ടീൻ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് എടുക്കുന്നത്. പിന്നെ എൻ്റെ ഇതിൽ ഞാൻ അത്യാവശ്യം ഫുഡിൽ ഒരുപാട് പ്രോട്ടീനും ഫൈബറൊക്കെ ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങളും അത് അങ്ങനെ തന്നെ കഴിക്കാൻ നോക്കട്ടോ. നമ്മൾ ഈ പ്രോട്ടീനൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മസിൽ ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ കാർബായിട്ട് അതിൻ്റെ കൂടെ എടുത്തിട്ടുള്ളത് നിഞ്ചയിൽ ബേക്ക് ചെയ്തിട്ടുള്ള ചിപ്സാണ്. 2 നല്ല കോമ്പിനേഷനായിരുന്നു. പിന്നെ എന്താ പറയുക, ഒരു 8 മണിയൊക്കെ ആയപ്പോൾ നല്ല വിശപ്പ് തോന്നിയപ്പോൾ കുറച്ച് സൂപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അതും കൂടി കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ കഴിച്ചത് കേട്ടോ.